एक ऐसी पार्टी बनेगी जो सारे देश में माइनॉरिटीज और दलित तबका का एक ऐसा इत्तेहाद होगा जो हिंदुस्तान को नया रास्ता दिखाएगा, जो हिंदुस्तान को जुल्म से बचाएगा, जो हिंदुस्तान को एट्रोसिटीज से बचाएगा, जो हिंदुस्तान में एक नया रास्ता दिखाएगा। population, but agricultural labor, they are 71%. I question where Muslims, Scheduled Caste tribe are 54%, why they are 71% in agricultural labor. Scheduled Caste, Scheduled tribe, Muslims, OBC, total agricultural labor 93% from Scheduled Caste, Scheduled tribe and OBC and Muslim leaders. In West Bengal, there are 6% tribal population. In medical and engineering courses, 6% seats are reserved for Scheduled tribe. But last 7 years, result tells us less than 1% seats has been occupied by tribals. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരെ മനസ്സിലാക്കാൻ വലിയ അഖിലേന്ത്യ അന്തർലോക കാര്യമൊന്നും പറയേണ്ടതില്ല, തുച്ഛമായ നമ്മുടെ പ്രാദേശിക കാര്യം പറഞ്ഞാൽ പോരെ. തിരുവനന്തപുരത്ത് ഒരു കൊട്ടാരമുണ്ട്, കോവളം കൊട്ടാരം. ആ കോവളം കൊട്ടാരം ആദ്യം വാങ്ങിയത് ഗൾഫാർ മുഹമ്മദ് അലിയാണ്. അപ്പോൾ ആ കോവളം കൊട്ടാരം സ്വകാര്യവൽക്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ആദ്യമായി സമരം നടത്തിയത് ഡിവൈഎഫ്ഐക്കാരാണ്. പിന്നെ പുറകിൽ യുവമോർച്ചാക്കാരും സമര ആഭാസം തീർത്തു. നിരന്തരമായ സമരമായിരുന്നു. അങ്ങനെ സമരം സഹിക്കവയ്യാതെ ഈ കൊട്ടാരം ഗൾഫാർ മുഹമ്മദ് അലി ലീല ഗ്രൂപ്പിന് ഒരു നായർ സെറ്റിൽമെന്റിന് കൈമാറി. അതോടെ സമരവും അവസാനിച്ചു. ഇതാണ് കേരളം. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഒരുപക്ഷെ ഈ രാജ്യത്തെ പട്ടികജാതിക്കാരനും ആദിവാസികൾക്കും ദളിതനും മുസ്ലിങ്ങളും ഈ ഇന്ത്യ രാജ്യത്ത് ഒരു സ്വാതന്ത്ര്യമുണ്ടോ? ആ സ്വാതന്ത്ര്യത്തിന്റെ കീഴിൽ ഒരിക്കലെങ്കിലും ജീവിക്കുവാൻ ഈ വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അതിനിവിടുത്തെ രാഷ്ട്രീയ മേലാക്കന്മാർ അവസരം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ആത്മപരിശോധന നടത്തുവാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകണം. കാലാകാലങ്ങളായ വീർപ്പുമുട്ടി നിന്ന ഒരു പുതിയ ആശയത്തിന് വേണ്ടി, ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ ഉദയം കൊണ്ട വിപ്ലവാത്മകരമായ ഒരു മാറ്റത്തിന്റെ മുന്നോടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ.